2024-25 UEFA ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിൽ അവതരിക്കുന്നതോടെ ക്ലബ് ഫുട്ബോൾ അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ തന്നെ അത് പുതിയൊരു ചരിത്രത്തിന് തുടക്കമാണ്. 1955 യൂറോപ്യൻ ചാമ്പ്യൻ ക്ലബ്സ് കപ്പ് എന്ന പേരിൽ ആരംഭിച്ച ടൂർണമെന്റ് 1992 UEFA ചാമ്പ്യൻസ് ലീഗ് എന്ന് റീബ്രാൻഡ് ചെയ്തത്. 2023-24 സീസൺ വരെ 32 ടീമുകൾ 8 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തുള്ള ഫോർമാറ്റ് ആയിരുന്നെങ്കിൽ 2024-25 സീസൺ തൊട്ട് ട്രഡീഷണൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് മാറി 36 പാർട്ടിസിപ്പൻസ് ഉൾപ്പെടുന്ന ഒരു സിംഗിൾ ലീഗ് സ്ട്രക്ചറിലോട്ടുള്ള മാറ്റം എക്സ്ട്രാ 4 ടീമുകൾക്ക് കൂടി അവരുടെ ഡൊമസ്റ്റിക് ലീഗ് പൊസിഷന് അസോസിയേഷൻ ക്ലബ് കോഎഫിഷ്യന്റ് റാങ്ക് അനുസരിച്ച് കളിക്കാനുള്ള അവസരം ഒരുക്കും. പുതിയ ഫോർമാറ്റിൽ 36 പാർട്ടിസിപ്പൻസിനെ ക്ലബ് കോഎഫിഷ്യന്റ് അനുസരിച്ച് 4 സീഡിംഗ് പോർട്ടുകളായി തിരിച്ച് ഡിഫൻഡിംഗ് ചാമ്പ്യൻസിനെ പോർട്ട് 1-ൽ ഫസ്റ്റ് നിർത്തി. ഒരു ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ 4 പോർട്ടിൽ നിന്ന് ഡിഫറൻറ്റ് അസോസിയേഷനിൽ നിന്നുള്ള 2 ഒപ്പോണൻസിനെ റാൻഡംലി ഒരു ഹോമും ഒരു എവേ ഗെയിമും എന്ന നിലയിൽ ഓരോ ടീമും 8 ഡിഫറൻറ്റ് ഒപ്പോണൻസിനെ മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. ലീഗ് ഫേസിൽ ടോപ്പ് 8 ടീംസ് ഡയറക്ട്ലി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യുകയും അതേസമയം 9 തൊട്ട് 24 പൊസിഷൻ വരെയുള്ള 16 ക്ലബ്ബുകൾ 9 തൊട്ട് 16 17 തൊട്ട് 24 പൊസിഷനിലുള്ള ടീമുകളുമായി എക്സ്ട്രാ 2 ലെഗ് നോക്കൌട്ട് പ്ലേ ഓഫിലൂടെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യണം. 25 താഴെയുള്ള ടീമുകൾ എല്ലാ യൂറോപ്യൻ കോമ്പറ്റീഷൻസിൽ നിന്നും എലിമിനേറ്റ് ആവുകയും ചെയ്യും. തുടർന്ന് റൗണ്ട് ഓഫ് 16 തൊട്ടുള്ള നോക്കൌട്ട് സ്റ്റേജ് പഴയ ഫോർമാറ്റിൽ തന്നെ തുടരും. യൂറോപ്പ ലീഗിൽ UCLന്റെ സെയിം ഫോർമാറ്റ് ആണെങ്കിലും UEFA കോൺഫറൻസ് ലീഗിലെ ലീഗ് ഫേസിൽ ഒരു ക്ലബ്ബ് 6 പോർട്ടിൽ നിന്നും ഡിഫറൻറ്റ് അസോസിയേഷനിൽ നിന്നുള്ള 6 ഒപ്പോണൻസിനെ മാത്രമാണ് നേരിടുന്നത്. കോൺസിക്യൂട്ടീവ് പോർട്സിനെ പെയർ ചെയ്ത് ഒരു പോർട്ടിൽ എവയും അടുത്ത പോർട്ടിൽ ഹോം മാച്ചുമായി 3 ഹോം മാച്ചും 3 എവേ മാച്ചുമാണ് ഒരു ക്ലബിനുള്ളത്. UEFAയുടെ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ കിട്ടാത്ത എക്സ്ട്രാ 4 ടീമുകൾക്ക് UCL ടേസ്റ്റ് അറിയാനുള്ള അവസരം കിട്ടുകയും പെർഫോമൻസ് അടിസ്ഥാനത്തിലുള്ള പോർട്ടിൽ നിന്ന് 8 ഡിഫറൻറ്റ് ടീമുകളെ നേരിടുമ്പോൾ അത് ഓരോ ക്ലബിനും ഈക്വൽ ഡിഫിക്കൽറ്റി ലെവൽ ക്രിയേറ്റ് ചെയ്ത് മാച്ച് ഡേ 1 തൊട്ട് ടൈറ്റും കോമ്പറ്റീറ്റീവ് മാച്ചസ് ലഭിക്കുകയും ചെയ്യും. പഴയ ഗ്രൂപ്പ് സ്റ്റേജ് ഫോർമാറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ള വമ്പൻ ക്ലബ്ബുകൾ അവസാന മാച്ച് ഡേക്ക് മുമ്പ് തന്നെ റൗണ്ട് ഓഫ് 16 ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാനാകുമായിരുന്നെങ്കിൽ പുതിയ ലീഗ് ഫേസിന്റെ വരവ് അവസാന മാച്ച് ഡേ വരെ ഓരോ ക്ലബിന്റെ ഓരോ കളിയും ഓരോ ഗോളും ഓരോ റിസൾട്ടും ടീമിന്റെ ലീഗിലെ പൊസിഷൻ നിയന്ത്രിക്കുന്നതോടെ UCLൽ അൺപ്രഡിക്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും എക്സൈറ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി ഗ്രേറ്റർ ബ്രോഡ്കാസ്റ്റിംഗും സ്പോൺസർഷിപ്പും ഒക്കെ വരുന്നതോടെ UEFAയ്ക്കും ക്ലബ്ബുകൾക്കും ഇതിലൂടെ ബെറ്റർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുകയും അത് ബിസിനസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് സ്വിസ് മോഡലോട്ടുള്ള ഈ മാറ്റത്തിന് ഫാൻസിന്റെ ഇടയിലും പ്ലേയേഴ്സിനും എതിർപ്പുണ്ട്. പഴയ ഫോർമാറ്റ് അനുസരിച്ച് 125 മാച്ചിൽ നിന്നും 189 ടോട്ടൽ മാച്ചസ് ആണ് നിലവിലെ ടൂർണമെന്റിലുള്ളത്. അത് എല്ലാ ടൂർണമെന്റിലും നിലനിൽക്കുന്ന റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റി പോലുള്ള ക്ലബ്ബുകൾക്ക് ബിസി ഷെഡ്യൂൾഡ് സൃഷ്ടിക്കുകയും പ്ലേയേഴ്സിന് ഇൻസഫിഷ്യന്റ് റെസ്റ്റും റിക്കവറി പീരീഡും കാരണം ഇഞ്ചറി പ്രോൺ ആകുകയും ചെയ്യും. ലീഗ് ഫേസിലെ മാച്ചസ് കൂടാതെ 9ാം പൊസിഷന് താഴെയാണെങ്കിൽ എക്സ്ട്രാ 2 മാച്ചസ് കൂടി കളിക്കേണ്ട അവസ്ഥ വരും. UCLന് പുറമെ നേഷൻസ് ലീഗ് പോലെയുള്ള ഇന്റർനാഷണൽ മാച്ചസും ക്ലബ് വേൾഡ് കപ്പിലും 32 ടീംസിനെ ഉൾപ്പെടുത്തി വരുന്ന പുതിയ ഫോർമാറ്റ് ചേഞ്ചിൽ കൂടുതൽ മാച്ചസ് ഉണ്ടാവുകയും അത് പ്ലേയേഴ്സിനും ക്ലബ്സിനും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും.